എൻ്റെ പേര് വിനയശ്രീ ബാലകൃഷ്ണൻ എന്നാണ്. വയനാട്ടിൽ പല സ്കൂളുകളിലായിട്ട് ടീച്ചിങ് ഫീൽഡിൽ തന്നെയുണ്ട്. 2007 ഞാൻ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വരുന്നത്. അതായത് കാലിക്കറ്റ് സ്കൂൾ ജോയിൻ ചെയ്ത ആ വർഷം. അന്ന് മുതൽ ഈ സ്കൂളിൽ പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു വരുന്നു. 10 വർഷമായി. ഇടയ്ക്കൊരു 2-3 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് പീസിലാണ് തുടക്കം മുതൽ. 2007 ഇത് തുടക്കം മുതൽ ഞാനിവിടെ ഉണ്ട്. ഇത് പീസ് സ്കൂൾ, ഇവിടുത്തെ സ്കൂൾ. അറിയാം. 2007 ഒരു ഏപ്രിലാണ് ഞാൻ ഇന്റർവ്യൂവിന് വരുന്നത്. കാരണം ഞാൻ വയനാട്ടിൽ ഒരു WMO സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു അതിന് മുൻപ് ഒരു 4 വർഷം. പഠിച്ചതൊന്നും ഇവിടെയല്ല, ഊട്ടിയിൽ ഒക്കെയാണ് പഠിച്ചത്. വയനാട്ടിലാണ് ജനിച്ചതെങ്കിൽ പോലും 2007 അക്ബർ സാറിനെ കാണാൻ വരുന്നത് ഒരു ടീച്ചർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും 2007 മുതൽ ഈ സ്കൂളിന്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് അക്ബർക്കയുമായിട്ട് ഉള്ളത്. അങ്ങനെ അക്ബർക്കയുടെ ശിക്ഷണത്തിലാണ് ഈ സ്കൂൾ നടന്നു വരുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന് ഈ 2 ദിവസം വന്ന വാർത്ത, മുംബൈയിലുള്ള ജാക്കിർ നായിക്കിനെ അറിയാം? ജാക്കിർ നായിക് എന്നൊരു കുറച്ച് വ്യക്തിക്ക് നമ്മളുമായിട്ട് കണക്ഷൻ ഇല്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. ഒരിക്കലുമല്ല. ഇത് MM അക്ബർ സാറാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. നമ്മളിത് ആദ്യം 2007 നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് മിംസ് ഹോസ്പിറ്റലിന്റെ അവിടെയുള്ള ഒരു ചെറിയ ഒരു കോവിലകം ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ സ്ഥാപനം നമ്മൾ വളരെ കുറഞ്ഞ കുട്ടികളുമായിട്ട് തുടങ്ങുന്നത്. ജാക്കിർ നായിക് എന്ന വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായിട്ടോ ഒരു കണക്ഷനും ഇല്ലത്. പലരും ഈ പീസ് എന്ന പേര് കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചാനലിലോണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജാക്കിർ നായിക് എൻ്റെ സ്കൂളുമായിട്ട് നമ്മുടെ ഈ സ്കൂളിന് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പാരന്റ്സിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ പീസിന്റെ ഒരു ഇഷ്യൂ വരുന്നത് ഏകദേശം 19ഓളം പേര് പിന്നെ കേരളത്തിൽ നിന്ന് IS എന്ന് പറഞ്ഞ സംഘടന കേട്ടിട്ടുണ്ടാവും. ISലേക്ക് പോയി അവരുടെ തുടരന്വേഷണത്തിലാണ് പീസിലേക്ക് തിരിച്ചു വരുന്നതും അവരിവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ അതിന് മുഖ്യമായ ഒരാള് റാഷിദ് എന്നാണ് പേര്. ഇവരറിയോ? അവരെന്തായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്? അന്ന് ഇവർക്ക് ഒരു IS ആശയമുള്ള ആളുകളായിരുന്നോ? ഇവിടെ അങ്ങനെ ചോദിച്ചാൽ ഈ അബ്ദുൾ റാഷിദ് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ വൈഫ് പീസിന്റെ മറ്റൊരു സ്കൂളിൽ സ്റ്റാഫായിരുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് നല്ല ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾക്കിപ്പം കൂടുതൽ സ്കൂളുകൾ വന്നപ്പോൾ നമ്മൾക്ക് ഒരു HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ അബ്ദുൾ റാഷിദിനെ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു IS ബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുന്നത്. പീസ് സ്കൂളുകൾക്ക് അങ്ങനെ ഒരു കണക്ഷനോ അല്ലെങ്കിൽ അവർ നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് ആ രീതിയിലുള്ള ബിഹേവിയറോ പെരുമാറ്റമോ ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു നോൺ മുസ്ലിം ആണല്ലോ. ഞാൻ ജോയിൻ ചെയ്തത് വിനയശ്രീ ബാലകൃഷ്ണൻ എന്ന പേരിലാണ്. ഞാനിന്നും വിനയശ്രീ ബാലകൃഷ്ണൻ തന്നെയാണ്. അപ്പം ഞാൻ ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് വെച്ചിട്ട് ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു തീവ്രത ഏറിയ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളൊന്നും നമ്മൾ നടത്തുന്നില്ല. പക്ഷെ ഇസ്ലാമിന്റെ എറ്റിക്വേറ്റ്സ് എന്താണോ അത് മുസ്ലിം കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിൽ വേണ്ട കാര്യങ്ങൾ അവർക്ക് അതിന്റെ മൂല്യങ്ങൾ, അതായത് വാല്യൂ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഒരു റിലീജിയസ് വാല്യൂസ് ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ നല്ല വ്യക്തികളായി വളർന്നു വരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. അതിൽ IS ബന്ധം എന്ന് പറയുന്ന രീതിയിലൊന്നും ഇവിടെ ഒന്നും സ്കൂളിനകത്ത് നടക്കുന്നില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിയും. കാരണം 2007 മുതൽ ഇതിപ്പോൾ 2017 10 വർഷത്തോളമായി ഈ MM അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്കുള്ള ബന്ധം, കണക്ഷൻ, ഒരു ബ്രദർലി അല്ലെങ്കിൽ ഒരു നല്ല ലീഡർ എന്ന നിലയ്ക്ക് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മാന്യമായ രീതിയിൽ മറുപടി പറയുകയും സ്കൂളിന് വേണ്ട ഒരു അക്കാഡമിക് സ്കില്ലിന് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ട്രെയിനിങ്സും തരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ തീവ്രവാദത്തിനെതിരെ ഒരുപാട് എതിർപ്പ് കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പേഴ്സണലി അറിയാവുന്ന കാര്യമാണിത്. പീസ് സ്കൂളിൽ റെയ്ഡ്
MD വിദേശത്തേക്ക് കടന്നു. മാഡം എങ്ങനെയാണ് ഈ ഒരു മാധ്യമങ്ങളുടെ ഒരു ടൈറ്റിലിന് എന്താണ് മാധ്യമത്തിൽ പറയാൻ? ഈ പീസ് സ്കൂളിൽ റെയ്ഡ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഈ സ്കൂളിൽ നടന്നിട്ടില്ല. ഈ സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എവിടെയും നടന്നിട്ടില്ല. പിന്നെ MD വിദേശത്ത് ഒളിച്ചോടിയതൊന്നും അല്ല. MD വിദേശത്ത് അവിടെ ഖത്തറിലുണ്ട്. ഒരു 10-20 ദിവസങ്ങൾക്ക് മുൻപ് പുള്ളി ദുബായിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ ഒരാളുടെ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ റെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടില്ല. അതിന്റെ പേരിൽ ഇവിടെ കുറെ ചാനലുകൾ വരികയും ഇവിടെ റെയ്ഡ് നടന്നു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇല്ല. ഒരു മാധ്യമ ധർമ്മം അവർ പുലർത്തേണ്ടതായിരുന്നു. അതവർ ചെയ്തില്ല. മുംബൈയിലെ ബുറൂജ് പബ്ലിക്കേഷനിലെ പിന്നെ ഒരു പുസ്തകമാണ് പോലീസ് പിടിച്ചു കേസെടുത്തു എന്ന് പറയുന്നത് ചെയ്തു. ഈ ബുറൂജ് പബ്ലിക്കേഷൻസിന്റെ ബുക്ക് ഇതിന്റെ ഒരു സംസ്കാരത്തിന് ചേർന്നതായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം അതിന് വന്നു എന്ന് എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഞാൻ കാണുന്നൊരു രീതി, ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചിങ് ആണ്. ഇപ്പം കുട്ടികൾക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേപോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയൊക്കെ എന്നോ മാറിപ്പോയി. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിസോഴ്സ് ആയിട്ടാണ്. അതിലൊരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ടോപ്പിക്. ഇതിന് നമ്മൾ പുറത്ത് പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും ഇന്റർനെറ്റിലൂടെ റെഫർ ചെയ്യുകയും പലതും കാണുകയും അധികവും നമ്മൾ എൻവയോൺമെന്റിൽ നിന്നുള്ള അനുഭവത്തിലുള്ള ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇസ്ലാമിക്കിന്റെ എറ്റിക്വേറ്റ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഈ ബുറൂജ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത് നമ്മളുമായിട്ട് യാതൊരു കണക്ഷൻ ഉള്ളതുമല്ല. നമ്മൾ ഇസ്ലാമിക് സ്റ്റഡി നമ്മൾ ദാറുൽ സലാമിന്റെ ബുക്കാണ് കുറെ വർഷങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു കരിക്കുലം ഉണ്ടാക്കി ആ കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. ഈ കരിക്കുലത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇത്ര വയസ്സിൽ ഇന്ന കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കണം എന്ന് നമ്മൾ പീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് റിസോഴ്സിനായിട്ട് നമ്മൾ കുറെ പുസ്തകങ്ങൾ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്ത ഒരു ബുക്കാണ് ഈ ബുറൂജിന്റെ ബുക്ക്. ഇപ്പൊ നമ്മൾ സയൻസിലാണെങ്കിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും പറയാം, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ എല്ലാ പാഠങ്ങളും നമുക്ക് പഠിക്കേണ്ടി വരില്ല. ഇപ്പം ഒരു വർഷം എഡിറ്റ് ചെയ്തൊരു ബുക്ക് അത് റീ എഡിറ്റ് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലുള്ളവർ പറയും ഇന്ന് ഈ ലെസൺസ് ഈ ക്ലാസ്സിൽ വേണ്ട എന്ന് പറയും. നമ്മളവിടെ ഒമിറ്റഡ് പോർഷൻ എന്ന് എഴുതി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതാണ് പഠിപ്പിക്കുക. അതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ എല്ലാ പാഠങ്ങളും നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ വരും, ഇന്ന പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരു ലെസൺ ആയിരുന്നു അത്. നമ്മൾ പഠിപ്പിച്ചിട്ടില്ല കുട്ടികൾക്ക്. പിന്നെ ബുക്ക് ഇതാണ്. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നമ്മൾ ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾക്ക് കരിക്കുലം ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇല്ല 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 അങ്ങനെ ഒരു ബുക്ക് ഇപ്പൊ ഒരു പ്രീ സ്കൂളുകളും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ബുക്ക് നമ്മളുടെ കയ്യിലില്ല. ബുക്ക് ഇല്ല, അത് നമ്മൾ റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വിവാദം അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതോടെ അതിനു മുൻപ് തന്നെ ഈ പാഠം എടുക്കണ്ട എന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് MM അക്ബർ സാർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ ചില സ്കൂളുകളിലൊന്നും അത് യൂസ് ചെയ്തില്ല. ചില വലിയ ക്ലാസ്സുകളിൽ മാത്രമുള്ള ബുക്കുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു വിവാദം വന്നതോടെ മൊത്തം ബുക്സും മൊത്തം പീ സ്കൂളുകളും പിൻവലിച്ചു. നമ്മളത് ഒഴിവാക്കി. ഒരു മതമാറ്റത്തിന്റെ സിലബസ് പീസിലുണ്ടോ? നമ്മോട് സംസാരിച്ച പലരും നമ്മൾ പൊതുവിൽ സംസാരിക്കുമ്പോ നിങ്ങൾ കാണിക്കാൻ പബ്ലിക്കലി കൊടുക്കുന്ന സിലബസുകളിലില്ല. പക്ഷെ എല്ലാരും ഇന്റേണൽ ആയിട്ട് ഒരു മതപരിവർത്തനം എന്നുള്ളൊരു അജണ്ട പീസിനുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഇങ്ങനെ സാരി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഇരിക്കില്ലല്ലോ. എന്നോ ഞാൻ പർദ്ദ കിട്ടിയിരിക്കേണ്ട ആളല്ലേ. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 100 കണക്കിന് നോൺ മുസ്ലിം ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പീസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് മതം മാറ്റം എന്നൊരു സംഭവം സ്കൂളിനകത്ത് നടക്കുന്നില്ല എന്ന് എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. പിന്നെ അക്ബർ സാറിന്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അത് പുള്ളിയുടെ അവകാശമാണ്. അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പുള്ളി പ്രസംഗിക്കുന്നു. അതല്ല, സ്കൂളിനകത്ത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ മതം മാറുന്നവർ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വളരെ മെച്ചൂർഡായ ആളുകൾ അവർ മതം മനസ്സിലാക്കുകയും അതിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് അവർ മാറുകയും ചെയ്യുന്നു. നമ്മൾ ഇവിടെ ആരെയും
ആരും അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് സ്കൂളിനകത്ത് അങ്ങനെ ഒരു പ്രത്യേക സിലബസ് ഒന്നും നമ്മുടെ സ്കൂളിലില്ല. ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ ഏകദേശം കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അതെ എങ്ങനെയാണ് പീസിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ആരോപണങ്ങൾ കാണുന്നത്, ഈ മാധ്യമങ്ങളുടെ വാർത്തകളും കാര്യങ്ങളും കാണുന്നത്? അത് മെന്റലി ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ടീച്ചിങ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം മാത്രം കൊടുക്കുന്ന ആളുകളല്ല. അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടും സ്പിരിച്വൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കേണ്ട ആളുകളാണ്. അപ്പം ഇങ്ങനെയുള്ള ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഇല്ലാത്ത ഒരു കാര്യങ്ങൾ വളച്ചൊടിച്ച് ഒരു നമ്മുടെ സ്കൂളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരുപാട് കഥകൾ ഉണ്ടാക്കി, കുറെ ടെയിൽസും പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് കഥകൾ ഉണ്ടാക്കി ഇത് സത്യമാണോ അസത്യമാണോ എന്നറിയാതെ മാധ്യമങ്ങളിൽ വരുന്ന ഈ വാർത്തകൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ളവരുടെ മാനസികാവസ്ഥയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 8th വരെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ ഇവിടെയുണ്ട്. ഈ കുട്ടികൾ പല പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാനസികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ഇത് ഉള്ള സംഭവങ്ങളല്ല എന്നുള്ളതാണ് സത്യം. ഈ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുന്നത് ആത്മവിശ്വാസമില്ലാതിരിക്കുക. കാരണം ഈ മീഡിയാസ് പ്രചരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അസത്യമാണ്. എന്ത് തന്നെയാണെങ്കിലും സത്യമാണ് വിജയിക്കുക എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ വിജയിക്കും. കാരണം ഇവർ പറയുന്ന എല്ലാം കളവാണ്. അങ്ങനെ ഒന്നും ഇവർ പറയുന്ന മീഡിയാസ് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ആരുടെ മുൻപിലും ഏത് പ്രസ്ഥാനത്തിന് മുൻപിലും ഏത് കോടതിയിൽ എവിടെയും പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം 10 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാനാണ് ആദ്യമായിട്ട് കോഴിക്കോട്, അതായത് കേരളത്തിൽ പീസ് ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങിയപ്പോൾ ഉള്ള ആദ്യത്തെ സ്റ്റാഫാണ് ഞാൻ. അന്ന് മുതൽ ഈ 10 വർഷമായിട്ട് പീസുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഇടയ്ക്ക് 2 വർഷം ഞാൻ പുറത്തു പോയെങ്കിലും പീസ് സ്കൂളുമായിട്ടും MM അക്ബർ സാറുമായിട്ടും ഒക്കെ കണക്ഷൻ ഉള്ള ആൾ തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ എല്ലാ സംശയങ്ങളും എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അക്കാഡമിക്കലായിട്ട് ക്ലിയർ ചെയ്ത് തരാൻ സാധ്യതയുള്ള അറിവുള്ള വലിയൊരു ഈസ് എ ഗ്രേറ്റ് മാൻ, നല്ലൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്നു വരുന്ന സ്ഥാപനങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതിന്റെ പേരിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. നിരന്തര മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ മാഡം വർക്ക് ചെയ്യുന്നത്. മാഡം നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. മാഡത്തിന്റെ ഹസ്ബൻഡ്, മക്കള് ഇവരൊക്കെ ഈ വിഷയത്തിന് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതോ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലേക്ക് ഇനി നിരുത്സാഹപ്പെടുത്തുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യാവുന്നില്ല. ഇപ്പം ഹസ്ബൻഡും മക്കളും മെച്ചോർഡാണ്. അവരും പിന്നെന്താ പറയുക 10-20 വയസ്സായ കുട്ടികളാണ്. അവർക്ക് അവരുടേതായ വീക്ഷണങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. 10 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വീണ്ടും തിരിച്ച് പീസിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മുസ്ലിം സ്ഥാപനങ്ങളിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൂ. 17 വയസ്സ് മുതലും പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം മുസ്ലിം സ്ഥാപനങ്ങളിൽ തന്നെയാണ്. പിന്നെ മറ്റ് മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് പീസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്. കാരണം സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനും വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരിലുള്ള കഴിവുകൾ എന്താണോ അത് പുറത്തു കൊണ്ടുവന്ന് അത് കുട്ടികൾക്ക് യൂസ് ആവുന്ന രീതിയിൽ അവരെ നല്ല രീതിയിൽ, അതായത് ബെസ്റ്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ലീഡേഴ്സ് ആക്കി മാറ്റാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് പീസ് ഇന്റർനാഷണൽ സ്കൂൾസ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അനുഭവത്തിൽ പഠിച്ച് ഇപ്പൊ ഞാൻ നല്ലൊരു ട്രെയിനർ കൂടിയാണ്. പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഈ MM അക്ബറിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പൊ ഈ ഇഷ്യൂസും വാർത്തകളും ഒക്കെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിലാണത്. പീസിന്റെ ഭാഗത്തുനിന്ന് പബ്ലിക് ജനങ്ങളോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് ഇത് ഒരു നല്ല സ്ഥാപനമാണ്. ഒത്തിരി കുട്ടികളും നാളെ വലിയ ലീഡേഴ്സ് ആകാൻ പോകുന്ന ഒത്തിരി കുട്ടികളും ഒരുപാട് പേര് ജോലി ചെയ്യുന്ന
നോൺ മുസ്ലിംസ് എന്നോ മുസ്ലിംസ് എന്നോ വേർതിരിവില്ലാതെ ഒരു കൂട്ടായ്മയായി, ഒരു ഫാമിലിയായി, പീസ് ഫാമിലി എന്നാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തെ പറയുന്നത്. പീസ് സ്കൂൾ എന്നല്ല, പീസ് ഫാമിലി എന്നാണ് പറയാറുള്ളത്. ആ ഫാമിലിയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാവരും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ഫാമിലിയാണിത്, ഒരു കുടുംബമാണിത്. ഇതിനകത്ത് നടക്കാത്ത, ഇതിനകത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല, അതെല്ലാം അസത്യമാണ്. അതുകൊണ്ട് ജനങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞങ്ങളെ മനസ്സിലാക്കണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ സ്ഥാപനങ്ങൾ വളർന്നു വരാനും ഇതിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ വേൾഡ് ക്ലാസ് ലീഡേഴ്സ് ആവാനും വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് പറയാനുള്ളത്.